ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവരും തന്നെ അറിയാം. വേറെ ലെവലായുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, സോ ഇത് നമുക്ക് എല്ലാവർക്കും 420 HP. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയും വെറും 200 HP മാത്രമാണ് നമുക്ക് ഗെയിമിൽ കിട്ടുന്നത്. ഇത് നമുക്കൊരു ക്യാരക്ടർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് 420 HP ആക്കി. സോ അതായത് ഡബിളിന്റെ കൂടെ 20 HP കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടാവും. സോ അതായത് നമുക്ക് 420 HP നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ അത് എങ്ങനെ കിട്ടുമെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും നിങ്ങളൊന്നും ആർക്കും അടിച്ചിടാൻ വേണ്ടി പറ്റത്തില്ല. അതൊക്കെയാണ് നോക്കാൻ വേണ്ടി. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദെൻ ഗയ്സ് ആ ഒരു ബെൽ ബട്ടൺ ആണെങ്കിൽ വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞില്ല, അകടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിൽ. മറ്റന്മാര് 90% ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേസിനും അറിയാത്തൊരു ക്യാരക്ടർ ആയിരിക്കും നമ്മുടെ സെയിനെ പറ്റിയിട്ട്. ഓക്കെ, സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 സെക്കൻഡിലേക്ക്, ഓക്കെ, സോ നിങ്ങൾക്ക് 12 സെക്കൻഡിലേക്ക് 60 HP ആണ് നിങ്ങൾക്ക് ഇതിലൂടെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഇത് ഓൺ ആക്കുന്ന സമയത്ത് 60 HP ആണ് ഒരു ഷീൽഡ് വഹിക്കാനാണ് ഇങ്ങനെ വരുന്നത്. മച്ചന്മാരെ സെയിൻ ഇത് മാത്രമല്ല, വേറെ കിടക്കാശുള്ള ഇതിനകത്ത് തന്നെ എബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. സെയിൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ വേറെ കുറെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും കുറെ HP നമുക്ക് ഇങ്ങോട്ട് തരുന്ന ക്യാരക്ടേഴ്സ് നമ്മുടെ ഗെയിമിനകത്ത് ഉണ്ട്. മച്ചന്മാരെ ഈ ക്യാരക്ടേഴ്സിന് എല്ലാം നമ്മുടെ സെയിം ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. അത് മാത്രമല്ല ഗൈസ്, ഇപ്പം നമുക്ക് മെഡിക്കിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് 75% എക്സ്ട്രാ നമുക്ക് ഹെൽത്ത് കിട്ടുന്നതാണ്. അത് മാത്രമല്ല ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനും 75% നമുക്ക് HP ഇങ്ങോട്ട് തരുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ നോക്കുക ഗൈസ്, നമ്മളിപ്പം ഡാമേജ് ഇപ്പം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ മെഡിക്കിറ്റ് യൂസ് ചെയ്യുന്ന വഴിക്കാണ് 75 HP മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ സാധാരണ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്. അത് നമുക്ക് ടോട്ടല് 125 HP മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ സെയിം യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മെഡിക്കിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗൈസ് നമുക്ക് 75 HP അല്ല ഗൈസ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് 75 HP അല്ല ഗൈസ്, അതിന് വരെ നമുക്ക് 136 HP ആണ് ഗൈസ് ഇപ്പം നമുക്ക് ഇതുവരെ തന്നെ കിട്ടുന്നത് നമ്മൾ സെയിം യൂസ് ചെയ്യുവാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ഒരു മെഡിക്കിറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് ടോട്ടൽ ഗൈസ് ഇപ്പം 200 HP യോളം അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവും നമ്മൾ സെയിം യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെയിം എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ക്യാരക്ടറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പാസീവ് സ്കില്ലുള്ള ക്യാരക്ടറാണ് ഷാനി എന്ന് പറയുന്നതാണ്ട് ഈ ഒരു ക്യാരക്ടർ. മച്ചന്മാർ ഇതുവരെ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 HP ആണ്. ഓക്കെ, സോ 50 HP എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷീൽഡ് പോയിന്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഈ ഒരു 50 HP കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു HP കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ. അതായത് നമുക്ക് സാധാരണ 200 കിട്ടുന്നുണ്ട്, സെയിമിന് 60 നമുക്ക് കിട്ടുന്നുണ്ട്, ഷാനിക്ക് ദിവസവും 50 HP നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ടോട്ടൽ നമുക്ക് 310 HP ആണ് ഇതിലൂടെ തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും കേസ് നമുക്ക് ഇതിലൂടെ ഷാനി യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ മൂന്നാമത് യൂസ് ചെയ്യുന്ന ക്യാരക്ടറാണ് നമ്മുടെ ആന്റോണിയോ എന്ന് പറയുന്നതാണ്ട് ഈ ഒരു ക്യാരക്ടർ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാനിയുടെ കൂട്ടൊന്നും അല്ല. സോ നമുക്ക് 30 ഷീൽഡ് പോയിന്റ്സ് ആണ് ഇതുവരെ തന്നെ നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് 30 ആ ഷീൽഡ് പോയിന്റ്സ് കഴിഞ്ഞതിന് ശേഷം അത് അടിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ സംഭവം പോകത്തുള്ളൂ. അത് മാത്രമല്ല നമുക്ക് തിരിച്ച് കയറുന്നുണ്ടാവും ആ ഷീൽഡ് പോയിന്റ്സ്. ഓക്കെ, സോ അതായത് കേസ് 30 കൂട്ടിയപ്പം ഇപ്പം 340 ആയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിടക്കാശുള്ള ക്യാരക്ടറാണ് നമ്മുടെ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ, മച്ചന്മാരെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് 50 HP ആണ് നമുക്ക് ഓരോന്നിനും നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളിപ്പം ഒരു എനിമിയെ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, സോ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ 50 HP കിട്ടുന്നതാണ്. അതായത് ഇപ്പം 50 HP കൂട്ടുന്ന സമയത്ത് നമുക്ക് 390 HP ആണ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. ഓക്കെ, സോ അതായത് 200 ഇപ്പം 390 HP യോളം നമുക്കിപ്പം കിട്ടുന്നുണ്ട് നമ്മൾ ലിക്വിഡ് എന്ന് പറയുന്ന ക്യാരക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം പറയുന്നുണ്ടാവും 420 എന്ന് പറഞ്ഞിട്ട് 390 മാത്രമേ ആയുള്ളൂ എന്ന്. മച്ചന്മാരെ അതല്ല, നമ്മുടെ ലോഡ് ഔട്ടിൽ നമ്മുടെ ലോഡ് ഔട്ടിനകത്ത് നമുക്ക് ജസ്റ്റ് HP ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതുവഴി നമ്മൾ എക്വിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 30 HP കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പം അങ്ങനെ കൂട്ടുവാണെങ്കിൽ 420 HP ആണ് നമുക്ക് ടോട്ടൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. നമുക്കിത് ക്ലാസ് സ്കിനകത്ത് മാത്രമല്ല ക്ലാഷ് കോഡിനകത്ത് ലോഡ് ഔട്ടിനകത്ത് നമുക്ക് ഈ ഒരു ബെസ്റ്റ് HP ബൂസ്റ്റർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിനകത്ത് ചേഞ്ച് വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലിക്വിഡ് ആക്കി പകരം ഇപ്പം നിങ്ങൾക്ക് മാക്സിമം ജോട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ജോട്ടോ ഉപയോഗിക്കുന്ന വഴിക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് എനിമി ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് HP കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല നമ്മൾ എനിമി നോക്ക് ചെയ്യുന്ന സമയത്ത് 20%ഓളം HP നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടാവും. അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അത് മാത്രമല്ല നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്ന സമയത്തും കേസ് നമുക്ക് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കേസ് നിങ്ങൾക്ക് ലിക്വിഡയുടെ സ്ഥാനത്ത് കേസ് നിങ്ങൾക്ക് ജോട്ടോയോ മാക്സിമം ഉപയോഗിക്കാം. നമ്മൾ നാലാമത് പറയുന്ന ആ ഒരു പാസ് സ്കിൽ എന്ന് പറയുന്ന ക്യാരക്ടറിനകത്ത് നിങ്ങൾക്ക് ലിക്വിഡയോ മാക്സിമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോട്ടയോ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ ഇതാണ് കേസ് നമ്മുടെ ആ ഒരു അൺലിമിറ്റഡ് ആളല്ല കേസ് നമുക്ക് 470 HP കിട്ടുന്ന ആ ഒരു ഡെഡ്ലിയസ്റ്റ്
ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇതാണ് ഗൈസ് ഞാനിപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൈസും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സോ എനിമീസ് നമ്മളെ പെട്ടെന്നൊന്നും ഗൈസും അങ്ങനെ അടിച്ചിടത്തൊന്നുമില്ല. ഓക്കെ സോ ഗൈസും എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഗൈസ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഗൈസും നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദെൻ ഗൈസ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ